ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 20-ാം തിരുവചനം. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നുമില്ല. വെളിച്ചം അഥവാ പ്രകാശം മറഞ്ഞിരിക്കുന്നതിനെ കാഴ്ചയിലേക്ക് കൊണ്ടുവരുന്നു. വെളിച്ചം വരുമ്പോൾ എല്ലാം വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അത് വസ്ത്രങ്ങളിലെ ചെളിയും കറയുമാണെങ്കിലും ശരീരത്തിലെ അഴുക്ക് ആണെങ്കിലും വെളിച്ചത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലും പാപത്തിൻ്റെ കറയുണ്ടെങ്കിൽ വെളിച്ചത്തിലേക്ക് വരുവാൻ ആരും ഇഷ്ടപ്പെടില്ല. കാരണം വെളിച്ചം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ലതായിരിക്കില്ല. എന്നാൽ ഈ അഴുക്കുകളും കറകളും കഴുകിക്കളയണമെന്ന ആഗ്രഹമുള്ളവർ വെളിച്ചത്തിലേക്ക് വരും. കാരണം പ്രകാശത്തിലെ ഇതെല്ലാം വ്യക്തമായി കാണുവാൻ സാധിക്കൂ. കറ പുരളുവാൻ അല്ലെങ്കിൽ തിന്മകൾക്ക് വളരുവാൻ ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ് ഇരുട്ട്. ആകയാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തിന്മകളെ നീക്കിക്കളയുവാൻ, അശുദ്ധി നീക്കിക്കളയുവാൻ വെളിച്ചം കടന്നു വരുവാൻ നാം അനുവദിക്കണം. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തു ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ തിന്മകൾ നീങ്ങിപ്പോകും. ആമേൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് 5-ാം അധ്യായം 11-ാം തിരുവചന പ്രകാരം പറയുന്നു, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നാം ഇരുട്ടിലാണെങ്കിൽ, ഇരുട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരണം. ക്രിസ്തു എന്ന വെളിച്ചത്തിലേക്ക് വന്ന് നമ്മുടെ ഹൃദയത്തിലെ സകല പാപക്കറകളും നീക്കിക്കളയുവാൻ, കഴുകിക്കളയുവാൻ ക്രിസ്തുവിൻ്റെ രക്തത്തിന് കഴിയും. കർത്താവിനോട് പറയുക, യേശുവിനോട് പറയുക, കർത്താവേ, അന്ധകാരത്തിലിരിക്കുന്ന എൻ്റെ ജീവിതത്തിലെ, എൻ്റെ ഹൃദയത്തിലെ പാപക്കറകളെ അവിടുത്തെ തിരുരക്തത്താലൊന്ന് കഴുകി പ്രകാശിപ്പിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.